റേസിംഗിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണോ? ഇത് ഈ ഫ്ലാഷ്. ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റേസിംഗ് എന്ന് പറയുന്നത് ടോട്ടലി സൈലന്റ് ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. മോട്ടോ ഇ അതുപോലെ തന്നെ ഫോർമുല ഇ എന്ന് പറയുന്നതിന് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടോഴ്സ് ആണ്. ഇലക്ട്രിക് മോട്ടോഴ്സിന് സൗണ്ട് ഇല്ല. അപ്പോൾ ഈ ഒരു സൗണ്ട് ഇല്ലാത്ത അവസ്ഥ റേസ് കാണുന്നവർക്കും അതുപോലെ തന്നെ റേസ് ഓടിക്കുന്നവർക്കും ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇൻലൈൻ 4 സിലിണ്ടർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു റേസ് പർപ്പസ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റോ ഉള്ള ഒരു എഞ്ചിന്റെ സൗണ്ടിൽ നിന്നും ഒരു സൗണ്ടും ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ടോട്ടലി നമുക്ക് ചിന്തിക്കാൻ പോലും ചിലപ്പോൾ പറ്റില്ല. കാരണം റേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആ സൗണ്ടാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് തരുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലാതെ കുറച്ചും കൂടിയും ഒരു ഡിഫറെൻ്റ് ആയിട്ട് രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് റൈഡിങ് തന്നെയായിരിക്കും മോട്ടോ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസിംഗ്. ഒരു സപ്പോർട്ടഡ് റേസ് ആണ്. മോട്ടോ GP സപ്പോർട്ട് ചെയ്യാനുള്ള റേസ് ആയിട്ടാണ് 2019 ആദ്യമായിട്ട് ഈ ഒരു റേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മോട്ടോർ സൈക്കിളിലെ ഏറ്റവും വലിയൊരു റേസ് തന്നെയാണ് മോട്ടോ GP. അതുപോലെ തന്നെയാണ് മോട്ടോ ഇ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ റേസ് തന്നെയാണ്. ഫോർമുല 1 പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർമുല ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് കാർ യൂസ് ചെയ്തിട്ടുള്ള ഒരു റേസും ഓൾറെഡി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടോ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റേസിന് എഞ്ചിനോ ഗിയർ ബോക്സോ വരുന്നത് ബാറ്ററിയും അതിൻ്റെ ഒരു മോട്ടറും മാത്രമാണ്. പിന്നെ ഇലക്ട്രോണിക്കലി ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയായിരിക്കും മോട്ടോ ഇയിൽ യൂസ് ചെയ്തിരിക്കുന്ന റേസ് ബൈക്കുകൾ. മോട്ടോ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റേസിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളൊരു ജനറേഷന് ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് അത്ര ഒരു താല്പര്യമുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സൗണ്ട് അതുപോലെ തന്നെ ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ്റെ ആ ഒരു ഫീൽ തന്നെയാണ്. പക്ഷേ ഫീലൊക്കെ ഓട്ടോമാറ്റിക്കലി മാറി വരും, അത് ഉറപ്പാണ്. ഫ്യൂച്ചർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ മോട്ടോർ സൈക്കിൾസും അതുപോലെ എല്ലാ കാഴ്സും ഇലക്ട്രിക്കിലേക്ക് ടോട്ടലി തിരിയും. ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വാങ്ങണോ അതോ വെയിറ്റ് ചെയ്യണോ എന്ന് കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഇലക്ട്രിക് തന്നെയാണ് ഫ്യൂച്ചർ. പക്ഷേ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ പറഞ്ഞ മാതിരി കുറച്ച് നാൾ മാത്രമാണോ അത് ഓടിക്കാൻ പറ്റുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ടൈം മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ കുറേ പേര് ഇലക്ട്രിക്കിലേക്ക് മാറിയവരുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ എക്സ്പീരിയൻസും കേട്ടപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നിരുന്നാലും മാക്സിമം ഇന്റേണൽ കമ്പഷൻ ആയിട്ടുള്ള ഒരു എഞ്ചിൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ തിയറി. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. ഫ്യൂച്ചറിനനുസരിച്ച് നമ്മളും ചേഞ്ച് ചെയ്യുക തന്നെ വേണം. ഇനി നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക് കാർസ് എന്ന് പറയുന്നത് സ്ലോവർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം? എന്നിരുന്നാൽ അങ്ങനെയല്ല. ഇലക്ട്രിക് കാർസ് എന്ന് പറയുന്നതും ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നതും നല്ല സ്പീഡ് എടുക്കാൻ പറ്റുന്ന നല്ല ടോർക്ക് തരുന്ന മെഷീൻസ് തന്നെയാണ്. പ്രോബ്ലമായിട്ട് വരുന്നത് വെയിറ്റ് ആണ്. ബാറ്ററി എന്ന് പറയുന്നതിന് വളരെ വലിയൊരു വെയിറ്റ് തന്നെയുണ്ട്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്ന കാര്യം വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന് അല്ലെങ്കിൽ ഇലക്ട്രിക് കാർസിന്. മോട്ടോ ഇ എന്ന് പറയുന്നത് മോട്ടോ GP സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു റേസ് ആണ്. മോട്ടോ ഇ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ആയിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓൺലി ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ തന്നെയാണ്. വൺ മേക്ക് ചാമ്പ്യൻഷിപ്പ് പോലെയാണ്. ഒരു മാനുഫാക്ചേഴ്സ് നിർമ്മിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എനർജിക്ക മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മോട്ടോർ സൈക്കിൾ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റേസ് സ്റ്റാർട്ട് ചെയ്തത് FIM എന്ന് പറയുന്ന ഫെഡറേഷൻ്റെ അണ്ടറിലാണ്. 2019 ഇതൊരു സ്റ്റാർട്ട് ചെയ്തത്. ടോട്ടലി 6 റൗണ്ട് ആയിരുന്നു ഈ ഒരു റേസ് നടക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിന് മുൻപ് ഇലക്ട്രിക് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആ ഒരു റേസിൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ഇടയായി. ഈ ഒരു മോട്ടോ ഇ എന്ന് പറഞ്ഞ റേസ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഈ ഒരു മോട്ടോർ സൈക്കിൾസ് ചാർജ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ് ടോട്ടലി കത്താനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ്. ബാറ്ററി ചാർജിങ്ങിൽ വന്ന ഷോർട്ട് സർക്യൂട്ട് ഇഷ്യൂവിലാണ് ഇത്രയധികം മോട്ടോർ സൈക്കിൾസും അതിൻ്റെ മെഷീൻസും കത്താനായിട്ട് ഇടവരുത്തിയത്. അതിന് വലിയൊരു തീരെ നഷ്ടമാണ്. കാരണം ഞങ്ങൾ ആ ഒരു റേസിൻ്റെ തൊട്ട് മുൻപ് ഞങ്ങൾ ആ ഒരു റേസ് ഫോളോ ചെയ്തിരുന്നു. മോട്ടോ ഇ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളൊരു മോർണിംഗ് ന്യൂസ് നോക്കുമ്പോഴാണ് മോട്ടോ ഇക്കുള്ള മോട്ടോർ സൈക്കിൾസും മെഷീൻസും ടോട്ടലി ആ ബിൽഡിംഗ് തന്നെ കത്തിപ്പോയതായിട്ട് അറിഞ്ഞത്. എന്തായാലും മോട്ടോ GP ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് ഈ ഒരു ഫയറിന് കാരണമെന്നാണ്. അപ്പോൾ ബാറ്ററി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിലയബിലിറ്റിക്കുള്ള ഒരു ഇഷ്യൂ ആണ്. ടോട്ടലി എല്ലാവരും കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്നതും ഈ ഒരു ബാറ്ററിയുടെ കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലൊക്കെ നമുക്ക് ആ ഒരു വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ടോട്ടലി 6 റേസ് നടക്കാനിരുന്നതിൽ 4 റേസ് മാത്രമാണ് നടന്നത്. 2 റേസ് ഈ ഒരു പ്രശ്നം കൊണ്ട് അവർ ക്യാൻസൽ ചെയ്തു. അങ്ങനെ 2019 ആദ്യമായിട്ട് മോട്ടോ ഇ എന്ന് പറഞ്ഞ റേസ് നടന്നു. ഈ ഒരു റേസിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത് ടോട്ടലി ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് അത്രയധികം ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്തായാലും കൂടുതൽ മാനുഫാക്ചേഴ്സ് വന്നാൽ മാത്രമാണ് ഈ റേസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയുള്ളൂ. ഇപ്പോൾ ഉള്ളത് ഒറ്റ ഒരു കമ്പനിയാണ്, എനർജിക്ക മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമാണ്. എനർജിക്ക ഈഗോ കോൾസ എന്ന് പറഞ്ഞിട്ടുള്ള കോൾസ മോട്ടോർ സൈക്കിളാണ് ഇപ്പോൾ മോട്ടോ ഇ എന്ന് പറയുന്ന ഈ റേസിനായിട്ട് യൂസ് ചെയ്യുന്നത്.
മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത് എനർജിക്ക മോട്ടോഴ്സ് കമ്പനി എന്ന് പറയുന്ന ഇറ്റാലിയൻ മാനുഫാക്ചേഴ്സ് ആണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ നിർമ്മിക്കുന്നത്. ഇവരെ സ്ട്രീറ്റ് ലീഗലായിട്ടുള്ള ആദ്യത്തെ ഇറ്റാലിയൻ മാനുഫാക്ചേഴ്സ് ആണ്. ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിലെ ആദ്യത്തെ ഇറ്റാലിയൻ മാനുഫാക്ചേഴ്സ് ആണ്. ഇവരുടെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് വന്നത് 2013 അതിനുശേഷം ഇവരുടെ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2015 ഞാൻ ആദ്യമായിട്ടൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനെ കുറിച്ച് അറിയുന്നത് എനർജിക്ക മോട്ടോർ സൈക്കിൾസ്. പിന്നെ അതിനുശേഷം വന്നത് അല്ലെങ്കിൽ അതിന് ഒപ്പം നിൽക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് സീറോ മോട്ടോർ സൈക്കിൾസ് ആണ്. സീറോ മോട്ടോർ സൈക്കിൾസ് കുറേ പുതിയ പ്രൊജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പല കമ്പനീസിനൊപ്പം ടൈപ്പ് ചെയ്തിട്ടുള്ള കുറേ പ്രൊജക്ട്സ് അവിടെ വരുന്നുണ്ട്. എനർജിക്ക മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. അവർ യൂസ് ചെയ്യുന്നത് CNC മെഷീൻസും അതുപോലെ തന്നെ 3D പ്രിന്റിങ്ങും യൂസ് ചെയ്തിട്ടുള്ള കുറേ പാർട്സും കാര്യങ്ങളും അവർ നിർമ്മിക്കുന്നുണ്ട്. എന്തായാലും പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. ഇന്ത്യയിലൊന്നും ആരും വാങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ ആ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അവർ മെയിനായിട്ട് സെയിൽ യൂറോപ്പും അതുപോലെ തന്നെ ഇറ്റലിയിലാണ് മെയിനായിട്ട് അവരുടെ സെയിൽ വരുന്നത്. ഇറ്റാലിയൻ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള എനർജിക്ക മോട്ടോർ സൈക്കിൾസിന്റെ സ്പെസിഫിക്കേഷൻ, മോട്ടോ ഇക്ക് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്പെസിഫിക്കേഷൻ ആണ്. ബ്രേക്സ് എന്ന് പറയുന്നത് ബ്രംബോന്റെ ബ്രേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഓയിലിയൻസിന്റെ സസ്പെൻഷൻ ആണ്. വീൽസ് എന്ന് പറയുന്നത് മാർച്ചിസീനിയുടെ വീൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടയേഴ്സ് എന്ന് പറയുന്നത് മെഷിലിൻ ആണ്. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം MotoGPക്ക് ഇപ്പോൾ ടയർ സ്പോൺസർ ചെയ്യുന്നത് മെഷിലിൻ ആണ്. അതുകൊണ്ട് തന്നെ മെഷീനിന്റെ ടയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള മെഷീൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു പാർട്സുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഹൈ എക്യുപ്പേർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ തന്നെയായിരിക്കും മോട്ടോ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ. അതുപോലെ തന്നെ മെക്കാനിക്സ് എന്ന് പറയുന്നതും എനർജിക്ക മോട്ടോർ സൈക്കിൾസിന്റെ മെക്കാനിക്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 1 മേക്ക് ചാമ്പ്യൻഷിപ്പ് ആണ്. എല്ലാവർക്കും സെയിം ബൈക്കാണ് കിട്ടുക. ചെറിയ ചെറിയ മാപ്പിങ്ങിന്റെ ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം മോട്ടോർ സൈക്കിൾസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിന് ഗിയർ ഇല്ല, ക്ലച്ച് ഇല്ല, ബ്രേക്സ് മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ എഞ്ചിൻ ബ്രേക്കിങ്ങിന്റെ ലെവൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. അതൊക്കെ നമുക്ക് എനർജിക്കയുടെ മെക്കാനിക്സ് തന്നെ നമ്മുടെ വിഷനനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ റൈഡേഴ്സിനും സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മോട്ടോർ എന്ന് പറയുന്നത് സിങ്ക്രണൈസ് ഓയിൽ കൂൾഡ് AC വിത്ത് പെർമനന്റ് മാഗ്നറ്റ് ആയിട്ടുള്ള ഒരു മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോട്ടറിന്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 160 HP ആണ്. അതുപോലെ തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 to 60 mph മൈൽ പെർ ഹവർ എന്ന് പറയുകയാണെങ്കിൽ 0 to 60 എത്താനായിട്ട് വെറും 3 സെക്കൻഡ്സ് മാത്രം മതി. അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 270 km/h ആണ്. ടോർക്ക്, ഈ ഒരു മോട്ടറിന് വരുന്ന ടോർക്ക് എന്ന് പറയുന്നത് 200 Nm ഓഫ് ടോർക്കാണ്. അത് 5000 RPM. അപ്പോൾ RPM റേഞ്ച് കുറഞ്ഞിട്ട് ടോർക്ക് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ ടോർക്ക് വലിയൊരു ടോർക്കാണ്. നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസിൽ തന്നെ വലിയൊരു ടോർക്ക്, ഒരു കുതിപ്പ് തരുന്ന മെഷീൻസ് ആയിരിക്കും ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രിക് കാർസ് എന്ന് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് ട്യൂബുലർ സ്റ്റീൽ ട്രെല്ലീസ് ഫ്രെയിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിംഗ് ആം എന്ന് പറയുന്നത് കാസ്റ്റ് അലുമിനിയം സ്വിംഗ് ആം ആണ്. വീൽസ് എന്ന് പറയുന്നത് ഫോർജ്ഡ് അലുമിനിയം വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാർച്ചിസീനിയുടെ വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റേസിങ്ങിന് വളരെയധികം പേര് കേട്ട വീൽസ് കമ്പനിയാണ് മാർച്ചിസീനി എന്ന് പറയുന്ന ഒരു കമ്പനി. റേസിംഗ് കാറിലാണെങ്കിലും അതുപോലെ തന്നെ റേസിംഗ് ബൈക്കിലാണെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മാർച്ചിസീനിയുടെ വീൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ത്രോട്ടിൽ എന്ന് പറയുന്നത് റൈഡ് ബൈ വയർ സിസ്റ്റം ആണ് ത്രോട്ടിൽ വരുന്നത്. ബാറ്ററി എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ലിഥിയം അയൺ ബാറ്ററി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ട് 0% നിന്നും റീചാർജ് ചെയ്യാനായിട്ട് വെറും 20 മിനിറ്റ് മാത്രം മതി. ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള DC ഇന്റഗ്രേറ്റഡ് ചാർജിങ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജി, ഈ ഒരു ചാർജിങ്ങിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് CCS കോംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ചാർജിങ്ങിന്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്നത് വെയിറ്റ് കൂടുതലാണ്. 260 കിലോഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. അതിന് 160 HP പവർ. ഇപ്പോൾ ഒരു പെട്രോൾ യൂസ് ചെയ്തിട്ടുള്ള MotoGP ബൈക്കിന്റെ വെയിറ്റ് വരുന്നത് 160 കിലോഗ്രാം ആയിരിക്കും അറൗണ്ട് വെയിറ്റ് വരുന്നത്. പക്ഷേ ആ ഒരു എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത് 250 HP പവർ ആയിരിക്കും. അപ്പോൾ ടോട്ടലി ഡിഫറൻസ് ആണ് MotoGP എന്ന് പറയുന്നത്. മെയിനായിട്ട് വെയിറ്റ് തന്നെയാണ് മോട്ടോ ഇ എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ റൈഡിങ് സ്റ്റൈലിനെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. പല റൈഡേഴ്സും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ പല റൈഡേഴ്സും ഈ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. 260 കിലോ ഉള്ള ഈ ഒരു മോട്ടോർ സൈക്കിളാണ്, ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് കൂടിയ ഒരു മോട്ടോർ സൈക്കിളാണെന്ന് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് മെയിൻ കാരണം എനർജിക്ക എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഫ്രെയിമിന്റെയും അതുപോലെ തന്നെ ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ആദ്യത്തെ മോട്ടോ ഇ 2019 മോട്ടോ ഇ ചാമ്പ്യൻ എന്ന് പറയുന്നത് മാറ്റിയോ ഫെറാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറ്റാലിയൻ റൈഡറാണ്. ടോട്ടലി 18 റൈഡേഴ്സ് ആണ് ഈ ഒരു റേസിന് പങ്കെടുത്തത്. ഒരു വുമൺ റൈഡർ ഉണ്ടായിരുന്നു, മരിയ ഹെരേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുമൺ റൈഡറും ഈ ഒരു മോട്ടോ ഇ എന്ന് പറയുന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേസ് എന്ന് പറയുന്നത് ടോട്ടലി, ഈ റേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി 9 അല്ലെങ്കിൽ 7 ലാപ്പായിരിക്കും ഉണ്ടായിരിക്കുക. ഡിപ്പെൻഡിങ് ഓൺ ദ ട്രാക്ക് ആണ് ലാപ്പ്. എന്തായാലും മാക്സിമം ലാപ്പ് എന്ന് പറയുന്നത് 9 ലാപ്പായിരിക്കും. അതുപോലെ തന്നെ വീക്കെൻഡിലെ ഫ്രൈഡേ ഫസ്റ്റ് ഫ്രീ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും. ഫ്രീ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു ക്വാളിഫയിങ് സാറ്റർഡേ സൺഡേ റേസിന് 15 മിനിറ്റ് ആണ് ടോട്ടലി ഡ്യൂറേഷൻ വരിക റേസിന്.
7 അല്ലെങ്കിൽ 9 ലാപ്പായിരിക്കും ഈ റേസിനുണ്ടായിരിക്കുക. 3 വർഷത്തെ അഗ്രിമെന്റ് ആണ് പാർട്ട്നേഴ്സിനോടും അതുപോലെ തന്നെ എനർജിക്ക എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയോടും മോട്ടോ GP എഴുതിയിരിക്കുന്നത്, അഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റേസ് ഇൻട്രസ്റ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ ഇനിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സ്, ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ മാനുഫാക്ചേഴ്സ് വരണം. എന്നിരുന്നാലാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു മോട്ടോ റേസ് മാറും. അല്ലെങ്കിൽ ഈ ഒരു റേസ് നോർമൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഒരു 1 വീക്ക് ചാമ്പ്യൻഷിപ്പ് പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ല എന്നല്ല, ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ എന്തായാലും ഇതൊരു ഡെവലപ്പിംഗ് ആണ്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒറ്റൊരു കമ്പനി ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഫ്യൂച്ചറിൽ എന്തായാലും കുറേ മാനുഫാക്ചേഴ്സ് ഈ റേസിന് വേണ്ടി കടന്നു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു അടിപൊളി, അപ്പോൾ ഒരു ലെവൽ മാറുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു റേസ് ആയിട്ട് മാറാനും ഇത് ചാൻസ് ഉണ്ട്. ഇപ്പോൾ മോട്ടോ GPക്ക് കിട്ടുന്ന ഈ ഒരു ഫാൻസും കാര്യങ്ങളൊക്കെ മോട്ടോ എന്ന് പറയുന്ന ഈ റേസിനും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പല റൈഡേഴ്സും ഓടിച്ചതിന് ശേഷം അവരുടെ അഭിപ്രായമൊക്കെ മാറി. ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ട്രയൽ ബ്രേക്കിംഗ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കോർണർ എത്തുമ്പോൾ എങ്ങനെയാണ് ബ്രേക്കിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവരുടേതായ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തു. അതിൽ മെയിനായിട്ട് പറയുന്നത് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് എൻജിൻ ബ്രേക്കിംഗ് ലെവൽ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനായിട്ട് സാധിക്കും. ക്ലച്ചും ഗിയേഴ്സും ഇല്ല, പക്ഷേ ബ്രേക്കിംഗ് തന്നെയാണ് മെയിനായിട്ട് ആ ഒരു കോർണർ എൻട്രി ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും ഒരു വ്യത്യസ്തമായ ഒരു കാര്യം, റേസ് കാണുന്ന ഒരാൾക്കും അതുപോലെ തന്നെ റേസ് ഓടിക്കുന്ന ഒരാൾക്കും മെയിനായിട്ടുള്ളത് സൗണ്ട് തന്നെയാണ്. സൗണ്ട് ഇല്ലാത്തതിൻ്റെ കുറേ കാര്യങ്ങൾ പല റൈഡേഴ്സും ഷെയർ ചെയ്തു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റേസിംഗ് ലൈനിൽ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനിൽ നമ്മളിപ്പോൾ ഒരു റേസ് ഓടിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ലിപ്പ് സ്ട്രീം പിടിച്ചിട്ട് ഒരു റൈഡറെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിൽ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അറിയാനായിട്ട് സാധിക്കില്ല ബാക്കിൽ ഒരു റൈഡർ ഉള്ള കാര്യം, കാരണം സൗണ്ട് ഇല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓവർടേക്ക് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഒരു റൈഡർ ഓവർടേക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യില്ല എന്നാണ് പറയുന്നത്. മെയിനായിട്ട് സൗണ്ട് ഇല്ലാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കോർണറിൽ ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റേസിംഗ് ലൈനിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, ബൈക്ക് ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ അറിയും കൂടിയില്ല ഇവിടെ റൈഡർ ഉള്ള കാര്യം, കാരണം സൗണ്ട് ഇല്ലാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു കാര്യത്തിലുണ്ട്. പക്ഷെ എന്തായാലും മുൻപിൽ പോകുന്ന റൈഡറാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പല റേസേഴ്സും പറഞ്ഞു. കാരണം ബാക്കിലുള്ള റൈഡേഴ്സിന് ഓൾറെഡി ഫ്രണ്ടിലുള്ള ആളെ കാണാൻ സാധിക്കും. മുൻപിൽ ഓടിക്കുന്ന ആൾക്ക് ഈ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് മോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് റേസ്, ഇപ്പോൾ വരാൻ പോകുന്ന ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് റേസ് തന്നെയെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് സർക്യൂട്ട് റേസിലെ മോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ, ചാവോ.